ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷേ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാൻ്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ് ഖാൻ്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയെന്നാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോടൊപ്പം ഉണ്ടാണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിൻ്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്.